സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലവറ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ നല്ല പൊളി വൈബ് കാഴ്ചകളാണ്. നാവിൽ കപ്പൽ ഓടിക്കാൻ തോന്നും എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥ തന്നെയാണ്. കാരണം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പലവിധ ഭക്ഷണ സാധനത്തിൻ്റെ മണമാണ് മൂക്കിലേക്ക് അടിച്ചു കയറുന്നത്. 4 ഒഴിച്ചുകറികൾ ഉൾപ്പെടെ 10 വിഭവങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് വെക്കുന്നത്. പായസം എക്സ്ട്രാ വരും. പായസം, അതായത് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് വരുമ്പോൾ എന്താണ് ഒരു മാറ്റം തോന്നുന്നത്? 17 വർഷമായിട്ട് ഈ കലോത്സവത്തിൻ്റെ പാചകപ്പുരയായിട്ട് നടക്കുകയല്ലേ. സ്ഥലങ്ങൾ മാറുന്നു എന്നുള്ളതല്ലാണ്ട് നമ്മുടെ കൺസെപ്റ്റിനോ നമ്മുടെ പാചകത്തിനൊന്നും ഒരു മാറ്റമില്ല. ഓരോ ദിവസവും ഓരോ പായസമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പായസമാണല്ലേ മെയിൻ. പായസം വെജിറ്റേറിയൻ സദ്യയുടെ ഹൈലൈറ്റ് എപ്പോഴും പായസമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. സംഘാടകർ പറഞ്ഞത് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അവസാന ദിവസം എന്നാണ്. അത് അവരോട് തന്നെ ചോദിക്കണം, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ, ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. കലോത്സവം റിപ്പോർട്ട് ചെയ്യാനാണ് ഇങ്ങോട്ട് എത്തിയത്. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ കലോത്സവ വേദികളിലേക്ക് പോകുന്നത് നടക്കത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ സ്വാതി രാജീവ്, കൊല്ലം.